ഈ രജനീകാന്തിനെ സമ്മതിക്കണം. ആരടാ പെണ്ണെ കാണാൻ പോകുന്നത്? അണ്ണൻ. പിന്നെ നിനക്കെന്തിനടാ ഇത്രയും ഭംഗി? ഭംഗി കുറയ്ക്ക്. പിടിച്ചേ. ഇതെന്താ പുണ്യാക്കോ? അണ്ണാ കാണിച്ചു തരാട്ടോ. അണ്ണാ എന്റെ ഭംഗി കുറച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ആ പെണ്ണിന് അണ്ണൻ ഇഷ്ടമാണെങ്കിൽ അണ്ണൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം. റൊമാൻറ്റിക്? അതെന്നടാ അറിയില്ല. അത് ഈ ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. അണ്ണാ പെണ്ണ് കാണാൻ പോകുമ്പോ ഈ തോക്കും കൊണ്ട് എന്നാ ആ പെണ്ണ് പേടിക്കും. ആ പെണ്ണിന്റെ ഉള്ള റൊമാൻറ്റിക് പോവും. നമുക്ക് ഈ തോക്ക് വേണ്ടണ്ണ. വേണം. എന്തിനാ? നീ പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ പെണ്ണെ കാണാൻ പോകുന്നത്. അവളെന്നെ ഇഷ്ടമില്ലെന്നെങ്കിൽ പറഞ്ഞാൽ ആ നിമിഷം കൊല്ലും. അയ്യോ, ആ പെണ്ണിനെ കൊല്ലൊന്നും വേണ്ട. അവളല്ലടാ നിന്നെ. കേറ്. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? ഗുഡ് മോർണിംഗ് അണ്ണ. നോക്കി അപ്പോഴേക്കും പിണങ്ങിയ. അടുത്തു വന്നു നോക്കണ്ട. പോസ് ഇടല്ലേട്ടാ. എത്ര നേരായിന്നറിയോ ഞങ്ങള് കാത്തിക്കണു. അണ്ണനാണെങ്കിലോ എനിക്കറിയില്ല എന്തൊരു ഇഷ്ടോ കുട്ടിയോട്. ഓ, എനിക്ക് സന്തോഷായി. ആയോ? മതി, അത് മതി. എത്രയോ കാലമായിട്ട് ശത്രുക്കളായി കഴിഞ്ഞ കുടുംബം അത്. പക്ഷെ കുട്ടിയോട് അണ്ണന് ഭയങ്കര ഇഷ്ട. കുട്ടിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് കുട്ടി ചെറുതായിരുന്നപ്പോ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു തുമ്പിയെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല. ഉണ്ടാവില്ല. അന്ന് കുട്ടി ചെറിയ കുട്ടിയായിരുന്നില്ലേ കുട്ടി? പക്ഷേ അണ്ണനത് ഓർമ്മയുണ്ട്. ഈ അണ്ണൻ കുട്ടിക്ക് വേണ്ടി തുമ്പിയെ പിടിക്കാൻ ഒരു മരത്തിന്റെ മുകളിൽ കേറിയിട്ട് അന്ന് ആ മരത്തിന്റെ കൊമ്പ് കൊണ്ട് കീറിയതാ. ഇതേതോ കാളപ്പോരില് പറ്റിയതല്ലേ? അതെ. അല്ല, അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന. സത്യത്തിൽ കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ സ്മാരക ശരിയാണത്. അണ്ണന്റെ മനസ്സിൽ കുട്ടി മാത്രമേ ഉള്ളൂ. എന്നോട് അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴുണ്ടാവോ? ഉണ്ടോന്നോ? അണ്ണേ നാണം കണ്ടില്ല. എങ്കി എനിക്കിപ്പോ ഒരു തുമ്പിയെ വേണമെന്ന് പറഞ്ഞാ പിടിച്ചു തരുമോ? തരുവോന്നോ? അണ്ണേ സീക്രം തുമ്പിയെ പിടിച്ചോട്. അണ്ണാ ഇത് താൻ റൊമാൻറ്റിക്. ഇതാ നിന്നെ പിന്നെ കണ്ടോളാം. അതെന്തിന്? യാറണ്ണേ തുമ്പിടാ അപ്പുറം പോക്ക്. അവളോട് അമ്മമ്മയുടെ തുമ്പി. ആശ്വാസായി. ആ മനുഷ്യഹൃദയം കണ്ടോ? ഐസ് കട്ട പോലെ അലിഞ്ഞുപോയി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്നെയും എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ നല്ല ഹൃദയത്തിന്റെ ഉടമയെ ഒരു കോമാളിയായി ഇത്ര പെട്ടെന്ന് എന്റെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കോമാളിയാ? അപ്പോ കുട്ടി കല്യാണത്തിന് സമ്മതിച്ചു വന്നല്ലേ? കല്യാണത്തിനോ? ഞാനോ? ഈ കാട്ടുപോത്തിന് എന്റെ തലയെ കെട്ടിവെച്ചിട്ട് ആ 30 ഏക്കർ സ്ഥലവും വിറ്റ് കാശ് പെട്ടിയിലാക്കി സുഖമായിട്ട് ഇവിടുന്ന് പോവാന്ന് ചേട്ടൻ കരുതിയല്ലേ? എനിക്കതൊന്ന് കാണണം. കുട്ടി എന്താ ഈ പറയണേ? തൽക്കാലം അയാൾ തുമ്പിയും പിടിച്ച് നടക്കട്ടെ. അവസാനം എന്റെ കഴുത്തിൽ താലി കെട്ടാനെന്നും പറഞ്ഞു വരുമല്ലോ. വരുമ്പോ ഞങ്ങളെ ഇത്രയും കാലം അപമാനിച്ചതിനൊക്കെ സമ്മാനമായി ഞാനും ഒരു സമ്മാനം കൊടുക്കും. എന്ത് സമ്മാനം? അന്ന് ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ പറയും എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെയല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അയ്യോ കുട്ടി, സത്യത്തിൽ കുട്ടി അപ്പോ വേറെ ആളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ട്. ആരാവൻ? താൻ. താൻ തന്നെ. ഞാനോ? അതെ. അയാളെക്കാൾ ചെറുപ്പം, പോരാത്തതിന് മലയാളി, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ. എനിക്ക് തന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാ അയാൾ വിശ്വസിക്കില്ലേ? വിശ്വസിക്കും. എവിടെ പോയി? ഈ ഐഡിയ പുറത്തു പറയണ്ട. എന്താ, റൊമാൻറ്റിക് അല്ലേ? അയ്യോ എന്നെ ചതിക്കല്ലേ.
ദേ അങ്ങനെയൊന്നും പറയല്ലേ, അയാൾ എന്നെ ശരിക്കും വെടിവെച്ച് കൊല്ലും. എന്റെ എടാ തുമ്പി കിട്ടിയില്ല, ഒരു മുയല വെടിവെച്ച് പിടിച്ചാച്ച്. ഇത് റൊമാൻറ്റിക് താനേ. ഈശ്വര വട്ടായെന്നാ തോന്നണത്. ഇതിന്ന് ഊരാൻ പറ്റുമോ നോക്കട്ടെ. അണ്ണ ഒരു ഗുഡ് ഐഡിയ. എന്താ അണ്ണാ, നമ്മൾ നാട് മുഴുവൻ കല്യാണം വിളിക്കുന്നു. ആ, കല്യാണത്തിന്റെ അന്ന് രാവിലെ അണ്ണൻ പറയുന്നു, இந்த കല്യാണ പൊണ്ണ് എനിക്ക് വേണ്ട, இந்த കല്യാണത്തിന് നാ വരമാട്ടെ. അപ്പൊ കറുപ്പയും അണ്ണന്റെ അക്കയും ചമ്മും ഞെട്ടും, അവര് നാറും. എപ്പിടി നല്ല ഐഡിയ. എനിക്കൊരു ഐഡിയ പറഞ്ഞു. സൊല്ലണ്ണ സൊല്ല്. നമ്മൾ കല്യാണത്തിന് പറഞ്ഞ സമയത്ത് ചെല്ലും, പറഞ്ഞ സമയത്ത് താലി കെട്ടും, എന്നിട്ട് കല്യാണം മുടിഞ്ചതും മുടിഞ്ഞിട്ട് வணக்கம் மாப்பிளை. ஐயோ மாப்பிளை, ஐயோ இந்த ஐடியா எப்படி இருக்கு? ഏത് വരണടാ, ആര്? റൊമാൻറ്റിക് വരണടാ. എന്റെ പെണ്ണെ ഇപ്പൊ എനിക്ക് കാണണം. അണ്ണാ, അവരൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. രണ്ടുപേരും വണ്ടിയെ കയറണം. അയ്യോ ഞാനില്ല, എനിക്ക് രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്ന് ഉറങ്ങാനുള്ളതാ. എന്തിനാ? അല്ല രാവിലെ എനിക്ക് ചായ കുടിക്കാൻ പോകേണ്ടതല്ലേ. കേറണ വണ്ടിയില. കേറിക്കോ, ഇല്ലെങ്കിൽ മോച്ചായി മാറും. പോടാ, പോയി അവളെ കൂട്ടിട്ട് വാ. അണ്ണാ, കാലത്തെ പറഞ്ഞാ പോരെ. പോടാ. വാടാ. അണ്ണൻ പൊക്കോ, ഞങ്ങൾ കൂട്ടിട്ട് വരാം. ജീവനുണ്ടെങ്കിൽ ആ, എളുപ്പത്തിൽ ഏതു വഴി കേറും? മതില് ചാടിയാലോ പൂവാ? ദേ മണ്ടൻ, അപ്പോഴേക്കും ഗേറ്റ് തുറന്ന് അകത്ത് കയറി. വരയില്ലേ? നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. ആണോ? തവളെ പിടിക്കാനും ഓന്തിനെ പിടിക്കാനും പാമ്പിനെ പിടിക്കാനും പോയിട്ടുണ്ട്. പെണ്ണ് പിടിക്കാൻ പോണത് ആദ്യമായിട്ടാ. ശരിയാടാ പാർട്ട്ണറെ, പക്ഷെ ഈ ബിസിനസ്സിൽ നിന്നെങ്കിലും നിനക്ക് എന്നെ ഒഴിവാക്കായിരുന്നു. നിന്നെ വിളിച്ചില്ലല്ലോ, നീ എന്തിനാ എന്റെ പുറകെ നിഴല് പോലെ വരണത്? നിഴലിനാരും വിളിക്കണ്ടല്ലോ, ഉടമസ്ഥൻ ഏത് തിണ്ടിയാണെങ്കിലും വന്നല്ലേ പറ്റൂ. നീ എന്തിനാണ് ചവിട്ടിയത്? എന്റെ നിഴലിന് എനിക്ക് കുത്താൻ ചവിട്ടാൻ മാന്ത. ഒരിക്കൽ നീ എന്റെ നിഴലാകൂടാ, അന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. നീ എന്ത് കാണിച്ച? ഞാനല്ല, നിഴലല്ലേ. എന്റെ ഗുരുവായൂരപ്പ, ആരോ എന്തോ പറയുന്നുണ്ടല്ലോ. വാതിലൊക്കെ പറയില്ലേ? ആരടാ അത്? ഇതിനകത്ത് വെളിച്ചോയില്ലേ? ഓ സോറി. കൊല്ലു ഞാൻ, ഓടിച്ചിട്ട് കൊല്ലു ഞാൻ, വീട്ടിൽ പോണം. யாரடா அது? வா, யாருன்னு சொல்லடா. ஏய் என்ன சத்தம்? டேய் முருகா, என்னண்ணே வாங்கடா. ഈ വീട്ടിൽ ഒരു സ്ഥലമില്ല. என்னண்ணே பாருடா. டேய் என்ன இல்லடா, சுத்தி பாருடா. ஓ என்ன ஏதோ சத்தம் கேட்டாச்சு, யாராவது ஒளிஞ்சிருக்கத பாருடா. ஓ அப்படியா? டேய் அந்த பக்கம் போட, போடா, இந்த பக்கம் போட, போடா, நீ அந்த பக்கம் போட. ஏய் ஐயோ மன்னிச்சிடுங்கண்ணே. நீ இந்த பக்கம் போடா நாயே. சரி அண்ணே. നീ ആരെന്ന് ചൊല്ല മാട്ടിയാ? ഈശ്വരാ, അങ്ങനെ ആരും ഉണ്ടാവില്ലേ? டேய் ഓ കണ്ടോടാ? കണ്ടു. എന്നിട്ട് എന്താണ് ആ പട്ടി അടിക്കാത്തത്? എന്നെ തല്ലാനല്ല പറഞ്ഞത്. നിങ്ങൾ 5 പേരല്ലാതെ ഇനി ഒരുത്തനെ കണ്ടാൽ അപ്പം തല്ലണം. ഇപ്പൊ എന്തിനാണ് തല്ലിയത്? നീങ്ക വേറൊരാള് തന്നെ. ഈ പൊട്ടന്മാരടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എടാ, இந்த மாதிரி അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് വരുമ്പോ പിടിക്കാൻ പാടില്ല, പുറത്തുനിന്ന് ഒരാൾ അകത്ത് കയറിയാ അപ്പ ഇടിക്കണം. പൊരിയതാ. എന്റെ മുതുകൊളവാക്കി. അകത്തുനിന്ന് പുറത്തിറങ്ങിയാലും ഇടിക്കണ്ട, പുറത്തുനിന്ന് അകത്ത് കയറിയാലും ഇടിക്കണ്ട കേട്ടാ. വെള്ളം അടിച്ചാച്ച് വന്നേക്കണ്. കൊല്ലു ഞാൻ. വേണ്ട, ഈ റൂമിൽ ഒളിക്കാം. இங்க யாருமே இல்லையே. രക്ഷിച്ചു. ഒളിച്ചെന്നെ
ചെറുക്കനി തൂണിന്റെ മറയെങ്കിലും കിട്ടിയത് എന്റെ ഭാഗ്യം. എന്താ എന്താ ഇവിടെ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വാ വാ, എവിടെയെങ്കിലും പോയി ഒളിക്കാം. ഒളിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പോകാനുള്ളതാ. ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. എവിടെ ഒളിക്കാന്നാ പറഞ്ഞത്? മോളില്. താങ്ക് യു. ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ? പോയാവര് പോയനെ. എന്ത് പറയാൻ ഇപ്പൊ കെട്ടിയെടുത്തത്? ഐ ലവ് യു. ഞാൻ പറഞ്ഞല്ല, പാണ്ഡിതുരണ്ണൻ പറയാൻ പറഞ്ഞോട്ടതാ. അങ്ങേർക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. അയാളെന്താ ചാവൻ കിടക്ക? കിടക്കൂല, ഉറക്കം പോയിരിക്ക. എന്നോടാ കളി? അവിടെ എങ്ങനെ പോയി ഒളിക്കേ? ഒളിച്ചു. അയ്യോ അയ്യോ സോറി, ഞാൻ തന്നെ. അയ്യോ പേടിക്കട്ട, പിന്നെ ഞാൻ തന്നെ. എല്ലാം ഞാനാ ഞാൻ തന്നെയാണ്. ഈ പ്രദേശത്തുനിന്ന് അങ്ങനെ ഒച്ച കേക്കാറില്ലല്ലോ. ഓ ഇതല്ല. ആ കാളത്തല. കാളയ്ക്ക് എവിടെ നീ വാച്ച് കെട്ടിയ കൈ? മുതലാളി എന്നടാ വീരമണി, വീരമണി ദേ വരുന്നു ഇങ്ങനെ പാടാ. മുതലാളി. എന്താടാ മുതലാളി മുതലാളി, എന്താടാ? രണ്ടും കൂടെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കണു. ആരാടാ? രണ്ട് പൂച്ചകൾ. അമ്മച്ചി. പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കുന്ന പൂച്ചയല്ല, പിന്നെ പട്ടിയാണോടാ പട്ടി? എന്നാ പൂച്ച അല്ല. ഒരൊറ്റ അടി വെച്ചെന്നാണല്ലോ. ഇപ്പൊ തന്നതോ? മനുഷ്യനെ വട്ടാക്കുന്നോടാ പട്ടി. ഓ എനിക്കിത് വേണമായിരുന്നു. ഭയം. അന്വേഷിച്ച് കണ്ടെത്തിയത് പുലിവാല. എന്തെങ്കിലും കണ്ട പറയുകയും വേണം, പറയാനും പാടില്ല. എന്നെ കിട്ടൂലേ. ഈ മൂട്ടകൾ കിടക്കാനും സമ്മതിക്കൂലല്ലേ. അസമയത്ത് അസ്ഥാനത്തിട്ടാ കുത്തുന്നത്. ഇടിച്ചു കൊല്ലില്ല. മൂട്ടകൾ ആനയുടെ കൊമ്പ് വെച്ചാണോ കുത്തുന്നത്? വാ, മൂട്ടയെ നമ്മുടെ മൊയിലാളി കണക്കാ. ഇഷ്ടപ്പെടാം. ഓ ബിറ്റി, ഇത് മതി. ദൈവമേ, മൂട്ടവശോ? ശരിയാക്കി തരാടാ മൂട്ടകളെ. ഇനി ഈ അരിപ്പെട്ടി നിന്റെയൊക്കെ ശവപ്പെട്ടിയാടാ മൂട്ടകളെ. മുതലാളി ഇടയ്ക്കിടയ്ക്ക് കക്ഷത്തടിക്കുന്ന സാധനമാണ്. തീർന്നാലും വേണ്ടില്ല. നീ എന്റെ മൂട്ടിലെ ചോര കുടിക്കാമെന്ന് നീയൊക്കെ കരുതണ്ട. ഇനി നാളെ ഞാനിവിടെ വരുമ്പോ ഒറ്റയെണ്ണത്തിന് ജീവനോടെ കണ്ടേക്കരുത്. എല്ലാരും ഉറങ്ങിക്കാണുമല്ലേ?